ഇവര് ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഈ നീതി തേടി എന്ന ഈ പ്രോഗ്രാമിൽ നീതിയുടെ വഴിയെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ബഹുമാനപ്പെട്ട ഈ വിൻസെന്റ് പോളിന്റെ സംഘടനയുടെ ഒരു സെക്രട്ടറി ഉണ്ട്. അദ്ദേഹം വളരെ വളരെ നല്ല നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനും ആധികാരികമായിട്ട് വല്ലതും പറയുവാനുണ്ടാകും. നമുക്ക് അദ്ദേഹത്തിലേക്ക് കിടക്കാം. എൻ്റെ പേര് പി കെ മാത്യു. ഞാൻ പുതിയകാവ് സെൻറ്റ് ഫ്രാൻസിസ് കോൺഫറൻസിലെ ഒരു സാധാരണ പ്രവർത്തകനാണ്. വിൻസെന്റ് പോൾ സൊസൈറ്റി സ്ഥാപിച്ചത് ഫെഡറിക്കോ ഓസാനാമാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ പൂർവാർത്ഥത്തിൽ ഫ്രാൻസിൽ, പ്രത്യേകിച്ച് പാരീസിൽ സഭയ്ക്കും സഭാവിശ്വാസത്തിനുമെതിരെ ശക്തമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നു. സിമോണിയർ എന്നറിയപ്പെടുന്നവർ പറഞ്ഞു, കത്തോലിക്കരുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതിയിലല്ല, അതുകൊണ്ട് സെന്റ് സിമോണിയൻസിന്റെ എന്ന് പറയുന്ന സംഘടനയിലേക്ക് ആളുകൾ എത്തണം എന്ന ഒരു ആഹ്വാനമാണ് ആ കാലഘട്ടങ്ങളിലെ നാൽക്കാലകളിലും അതുപോലെയുള്ള 10 പേരെ കൂടുന്ന പ്രദേശങ്ങളിലുമൊക്കെ അവർ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ആ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ സ്ഥാപകനായ ഫെഡറിക്കോ ഓസാനാം പാരീസിലെ സോർബോൺ യൂണിവേഴ്സിറ്റിയിലെ നിയമ വിദ്യാർത്ഥിയായി ചെന്നത്. അദ്ദേഹം ആ യൂണിവേഴ്സിറ്റിയിലെ സഹപ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവരുടെ പ്രവർത്തനത്തിനെതിരായിട്ട് ശക്തമായ രീതിയിൽ ലഘുലേഖകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ഒക്കെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് എതിരായിട്ടുള്ള ബദൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെയുള്ള സെൻസോണിയോമാരുടെ പ്രവർത്തനത്തിലുണ്ടായ പ്രവർത്തനങ്ങളിൽ പുറകോട്ട് പോകേണ്ടി വന്നു. അപ്പോഴവർ പുതിയ ഒരു സംരംഭത്തിലേക്ക് കടന്നു വന്നു. കാരണം നിങ്ങൾ കത്തോലിക്കരായിട്ടുള്ള ആളുകള്, ക്രിസ്ത്യാനികളായിട്ടുള്ളവരെ, പാവപ്പെട്ടവരായിട്ടുള്ളവരെ, അധസ്ഥിതരായിട്ടുള്ളവരെ, അവഗണിക്കപ്പെടുന്നവരെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഫെഡറിക്കോ ഓസാനാമിന് തോന്നിയിട്ട് തന്റെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾക്കും തോന്നി, നമ്മുടെ പ്രവർത്തനം പ്രസംഗമല്ല, ലഘുലേഖകളല്ല, പ്രവർത്തനങ്ങളാണ് നമ്മുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിന് അവിടെ ഒരു ഏതാനും 7 യുവജനങ്ങളെ ചേർന്ന് ഉപവിയുടെ സംഘടന രൂപീകരിക്കപ്പെട്ടു. ഉപവിയുടെ കോൺഫറൻസ് എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കപ്പെട്ടു. അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ജോസഫ് ഇമ്മാനുവൽ ബെയ്ലി എന്ന് പറയുന്ന ആളാണ്. ആ സംഘടനയിലെ ഓസാമാനെ കൂടാതെ പോൾ ലാമാഷ്, ഫിലിക്സ് ക്ലെയർ, ജൂലിയസ് ഡേവോ, ഫ്രാൻസിസ്കോ ലാലില്ല, ഈ ആളുകൾ ചേർന്നാണ് ഉപവിയുടെ സംഘടന രൂപീകരിക്കപ്പെട്ടത്. ആ ഉപവിയുടെ സംഘടന എന്ന് പറയുന്നത് വിൻസെന്റ് പോൾ സ്ഥാപിച്ച ഉപവിയുടെ സഹോദരികൾ എന്ന സംഘടനയുടെ മറ്റൊരു പതിപ്പായിരുന്നു. ഉപവിയുടെ സഹോദരികൾ എന്ന് പറയുന്ന വിൻസെന്റ് പോളിന്റെ സംഘടനയിലെ സ്ത്രീകൾ മാത്രമായിരുന്നു, കന്യകകൾ മാത്രമായിരുന്നു സംഘടനയിൽ ഉണ്ടായിരുന്നത്. ഓസാനാമിന്റെ സംഘടനയിലെ യുവജനങ്ങളായിരുന്നു. അത് മാത്രമാണ് ആ 2 സംഘടനകൾ തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ ആ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഈ പ്രവർത്തനത്തിന് മധ്യസ്ഥനായിട്ട് വിൻസെന്റ് പോളിനെ അവർ മാതൃകയായിട്ട് സ്വീകരിച്ചു. 1833 ചരിത്ര കോൺഫറൻസ് വിൻസെന്റ് പോൾ സൊസൈറ്റിയായിട്ട് രൂപാന്തരപ്പെട്ടത്. ആ വിൻസെന്റ് പോൾ സൊസൈറ്റി ഇന്ന് 7 ഭൂഖണ്ഡങ്ങളിലായി, 140 രാജ്യങ്ങളിലായി, 45,000 കോൺഫറൻസുകളായി, 8 ലക്ഷത്തിലേറെ അംഗങ്ങൾ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിലെ അവഗണിക്കപ്പെട്ട, അടിച്ചമർത്തപ്പെട്ടവരുടെ മോചനത്തിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് വിൻസെന്റ് പോൾ സൊസൈറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങളിലെ എളിയവരിൽ നിങ്ങൾ സഹായം ചെയ്തപ്പോഴൊക്കെ എനിക്ക് തന്നെയാണ് സഹായം ചെയ്തതെന്നുള്ള ആ വലിയ സന്ദേശം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട്, സമൂഹത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് ഓസാനാം അദ്ദേഹത്തിന്റെ സംഘടനയെ മുന്നോട്ട് നീങ്ങിയത്. അവരുടെ പ്രവർത്തനങ്ങൾ പാവപ്പെട്ട ആളുകൾക്ക് ഒത്തിരിയേറെ ആശ്വാസം നൽകുന്നു. വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ആവശ്യമുള്ളക്കാർക്ക് ആവശ്യാനുസരണം സഹായം നൽകുന്നു. ഇടത് കൈയിൽ ചെയ്യും, വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് എന്ന ആ വലിയ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ നൽകുന്ന സഹായങ്ങളെ സംബന്ധിച്ചും പത്രമാധ്യമങ്ങളിൽ കൂടെയോ ദൃശ്യമാധ്യമങ്ങളിൽ കൂടെയോ യാതൊരുവിധ പ്രചരണങ്ങളും നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ
വലിയ വസ്തുത. കാരണം മുമ്പ് സൂചിപ്പിച്ചതുപോലെ 50 ലക്ഷത്തിലേറെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള പള്ളികളിലെ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പാവപ്പെട്ടവർക്ക് സഹായം ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ അത് അനുഭവിക്കുന്നവരല്ലാതെ മറ്റുള്ളവരാരും അതറിയുന്നില്ല എന്ന വസ്തുതയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതായിട്ട് നമുക്ക് കാണേണ്ടത്. നമ്മുടെ പുതിയകാവിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് ഫ്രാൻസിസ് ചർച്ച് സേവർ ചർച്ച് ദേവാലയത്തിന്റെ ബഹുമാനപ്പെട്ട നമ്മളുടെ ജിമ്മി അച്ഛനുമായിട്ടുള്ള ഒരു വിഷയമാണ് നമ്മളിവിടെ ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. അച്ഛനും ഈ ഇടവകയിലെ ഏതാനും 15ഓളം വരുന്ന വിൻസെന്റ് പോളിന്റെ നാമത്തിൽ 15ഓളം വരുന്ന സഹപ്രവർത്തകരും കൂടി ചെയ്യുന്ന ആത്മീയ ആതുര സേവനം പാവപ്പെട്ട ആളുകളിലേക്ക് കടന്നു ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, കാര്യങ്ങൾ മനസ്സിലാക്കി അത് ശേഖരിച്ച് അർഹതപ്പെട്ട ആളുകൾക്ക് അർഹമായ സഹായങ്ങൾ കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇന്ന് നമ്മളോടൊപ്പം ബഹുമാനപ്പെട്ട ജിമ്മി അച്ഛനുണ്ട്. അച്ഛനോട് നമുക്ക് ചോദിക്കാം. അച്ഛാ, ഈ നമ്മളുടെ ഈ ഇടവകയിലെ വിൻസെന്റ് പോളിന്റെ നാമത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ പ്രവർത്തനങ്ങൾക്ക് അച്ഛൻ്റെ കാര്യമായ പ്രാർത്ഥനയുണ്ട്, നമ്മുടെ ഇടവക സമൂഹത്തിന്റെ മൊത്തം പ്രാർത്ഥനയുണ്ട്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അച്ഛന് ലഭിക്കുന്ന ആത്മീയ സന്തോഷം അതെന്താണ് അച്ഛൻ? തീർച്ചയായിട്ടും നമ്മുടെ വിൻസെന്റ് പോൾ സംഘടന ആഗോള വ്യാപകമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പൊ ഈ എറണാകുളം അതിരൂപതയിലെ ഒരു ഭാഗമാണ് നമ്മുടെ ഈ ഇടവക. അപ്പൊ ഈ നമ്മൾ ഇരുന്നിട്ടുള്ള എല്ലാ ഇടവകളിലും വിൻസെന്റ് പോൾ സംഘടനകളും അതിന്റെ പ്രവർത്തനങ്ങളും വളരെ ശക്തിയായിട്ട് നടക്കുന്നുണ്ട്. ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ഗ്രാമപ്രദേശമാണെന്നോ നഗരപ്രദേശമാണെന്നോ പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പോലും ഇവർക്ക് ലഭിക്കുന്ന ഒരുപാട് നല്ല, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള 1-2 കാര്യങ്ങൾ ഈ ഇടവകയിലെ വിൻസെന്റ് പോൾ പ്രവർത്തനങ്ങളുമായിട്ട് അവരെല്ലാവരും സേവന സന്നദ്ധരാണ്. ഒരാൾ അല്ലെങ്കിൽ 2 പേരല്ല, ഈ 15 പേരും എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് സന്നദ്ധരാണ്. നമ്മൾ ഏതൊരു കാര്യം പറഞ്ഞാലും ആളുകൾക്ക് സഹായം കൊടുക്കുന്ന കാര്യത്തിൽ, അത് ചെന്ന് അന്വേഷിക്കുന്ന കാര്യത്തിൽ, അർഹതയുള്ളവർക്ക് നൽകുന്ന കാര്യത്തിൽ അവർ വളരെ സന്നദ്ധരാണ്. അപ്പൊ യഥാർത്ഥത്തിൽ വിൻസെന്റ് പോൾ എന്ന് പറയുന്ന പുണ്യവാന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അദ്ദേഹം ചാരിറ്റി പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥനായിട്ടാണ് അറിയപ്പെടുന്നത്. ഈ വിൻസെന്റ് പോൾ സംഘടനയുടെ തുടക്കം തന്നെ ഫെഡറിക് അവസാനം എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിയുടെ പ്രവർത്തന ഫലമായിട്ടാണ്. അപ്പോൾ വിൻസെന്റ് പോൾ സംഘടനയും അതിൻ്റെ ലക്ഷ്യങ്ങളും എല്ലാം ഇന്നത്തെ തലമുറയിലും അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നിറവേറപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മീയതയുടെ ആഘോഷമാണ് യഥാർത്ഥത്തിൽ സേവന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. യഥാർത്ഥ ആത്മീയത ഉള്ളവർക്ക് മാത്രമേ സേവന പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഇത് നമ്മള് ഇതിപ്പോ ജാതിമത വ്യത്യാസമില്ലാതെയാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഈ ജാതിമത വ്യത്യാസമില്ലാതെ നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങള്, നമ്മൾ നൽകുന്ന ഈ ആശ്വാസം, സഹായം അത് ലഭിക്കുമ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന വാക്കുകൾ, അവരിൽ നിന്നുണ്ടാകുന്ന ഒരു സന്തോഷത്തിന്റെ തേങ്ങലുകൾ, ഇതൊക്കെ അച്ഛൻ മനസ്സിലാക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. ഇതൊക്കെ എങ്ങനെയാണ് അവരത് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളോട് സമീപിക്കുന്നത്? അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അവസരമാണ് ഒരു സഹോദരന്റെ കണ്ണീരൊക്കുക, അല്ലെങ്കിൽ അയാളെ സഹായിക്കുക ആവശ്യത്തിൽ. അത് ഇത്ര രൂപയെന്നോ ഇത്ര പൈസയെന്നോ ഇന്ന കാര്യമെന്നോ അല്ല, മറിച്ച് ആ വേദനിക്കുന്ന ഒരു സഹോദരനോട് കൂടി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. നമുക്ക് ക്രിസ്തു കാണിച്ചു തരുന്ന വലിയൊരു മാതൃക അത് തന്നെയാണ്. കാരണം കരയുന്നവനോടൊപ്പം കരയുകയും അവന് കണ്ണീരൊക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളൊരു പരമമായ ദൈവിക സത്യമാണ് അവിടെ പൂർത്തിയാക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ പ്രവൃത്തികളായിരിക്കും. ചിലപ്പോൾ നിസ്സാരമായിട്ട് മറ്റുള്ളവർക്ക് തോന്നുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ മാസത്തിലൊരു തുക, നിശ്ചിത തുക കൊടുക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ അനുഭവിക്കുന്നവരെ സഹായിക്കുന്നു. അപ്പോൾ അതിനേക്കാൾ എല്ലാം ഉപരിയായി അതിൻ്റെ ഒരു മനോഭാവമാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ നമ്മൾ സേവന തൽപരരാണ്, അല്ലെങ്കിൽ വിശ്വാസമുള്ളവരാണ്, ആത്മീയ ചൈതന്യമുള്ളവരാണെന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രവൃത്തികളാണ് ചെറുതാണെങ്കിലും നമ്മൾ ചെയ്യുന്ന സഹായങ്ങളും സഹായക പ്രവൃത്തികളും. അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സന്തോഷം. ഈ ചേരികളിലേക്ക് കടന്നു ചെന്നാൽ നമ്മളിപ്പോ ഒരു മോശമായ മാലിന്യ കൂമ്പാരങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടയ്ക്കാറുണ്ട്, നമ്മളത് കണ്ടിട്ട് കണ്ണടച്ച് പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചേരികളിലേക്ക് കടന്നു ചെന്ന്
അവിടെ കിടക്കുന്ന വളരെ മോശമായ കുഷ്ഠരോഗികളെയും കുഞ്ഞുങ്ങളെയും ആളുകളെയും ഒക്കെ എടുത്ത് അവരെ തന്റെ മാറോട് ചേർത്ത് അവർക്ക് വേണ്ട ശുശ്രൂഷ നൽകി അവരുടെ വ്രണങ്ങളെല്ലാം തുടച്ച് വൃത്തിയാക്കി അതിനൊക്കെ ഉമ്മം വെച്ച് അവർക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ കൊടുത്ത് വസ്ത്രങ്ങൾ കൊടുത്ത് അത് ജീവിതം വളരെയേറെ ലോകത്തിന് തന്നെ മാതൃകയാക്കി തീർത്ത നമ്മളുടെ അമ്മ മദർ തെരേസ അമ്മ. അപ്പൊ ഈ മദർ തെരേസ അമ്മയുടേതായ ആ ജീവിതം ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ്. അപ്പൊ ഈ ആത്മീയ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആതുര സേവന രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം നമ്മുടെ മദർ തെരേസ അമ്മ ഒരു മാതൃകയാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അച്ഛന്റെ ഈ ഇടവകയിലുള്ള ഈ സഹപ്രവർത്തകർ ഇത് ചെയ്യുമ്പോൾ, ഈ അമ്മയുടെ ആ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗം ഈ വിൻസെന്റ് പോളിന്റെ നാമത്തിലൂടെ അമ്മയുടെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗം ഇതില് ഉൾക്കൊള്ളിക്കാറുണ്ടോ, ഉൾക്കൊള്ളുന്നില്ലേ, സമൂഹം ഏറ്റു പറയുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം നമ്മള് മദർ തെരേസയെ മാത്രമല്ല, മദർ തെരേസ നമുക്കിപ്പോ വളരെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുകൊണ്ട് കുറെ കൂടെ നമുക്ക് പരിചിതയാണ്. പക്ഷെ കത്തോലിക്ക സഭയിൽ ഉണ്ടായിരുന്ന വിശുദ്ധന്മാരിൽ പ്രധാനിയായിരുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മാനസാന്തരത്തിന് കാരണമായ ഒരു സംഭവത്തെ പറ്റി പറയുന്നുണ്ട്. അതായത് അദ്ദേഹം ഒരിക്കൽ ഒരു കുഷ്ഠരോഗിയെ കണ്ടിട്ട് അത് വേണ്ടത്ര വകവയ്ക്കാതെ കടന്നുപോയി. വീണ്ടും അദ്ദേഹം തിരിച്ചു വരാനുള്ള ഒരു പ്രേരണ കൊണ്ട് തിരിച്ചു വന്ന് ആ കുഷ്ഠരോഗിയുടെ വ്രണങ്ങളിലൊക്കെ ചുംബിക്കുന്നത് പോലെ തന്നെ മദർ തെരേസ ചെയ്തതുപോലെ തന്നെ. അപ്പൊ അങ്ങനെ ചുംബിച്ചു കഴിയുമ്പോൾ ഈ ഓരോ ചുംബനത്തിലും കുഷ്ഠരോഗി ക്രിസ്തുവായി മാറും. അപ്പൊ അത് അദ്ദേഹം കണ്ടത് താൻ ചെയ്യുന്ന പ്രവൃത്തികളുടെ അന്തിമ ഫലം അല്ലെങ്കിൽ അതിന്റെ അവസാനം ക്രിസ്തുവിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രവൃത്തിയാണ്. മദർ തെരേസ അങ്ങനെ തന്നെയാണ് യഥാർത്ഥത്തിൽ രോഗികളെ കണ്ടിരുന്നത്. അതായത് രോഗം അനുഭവിക്കുന്ന ഒരു വ്യക്തി ക്രിസ്തു ആണെന്ന് കരുതിയാണ് ശുശ്രൂഷിക്കുന്നത്. അപ്പൊ അങ്ങനെ ശുശ്രൂഷിക്കുമ്പോൾ അവിടെയുള്ള മാലിന്യത്തെയോ അല്ലെങ്കിൽ അവിടെയുള്ള രൂക്ഷഗ്രന്ഥത്തെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ മറികടക്കാൻ സാധിക്കും. ഇപ്പൊ ഈ ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തിയുടെയും ശക്തി എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. കാരണം അവസാനം അല്ലെങ്കിൽ ആത്യന്തികമായി നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന ക്രിസ്തുവിനെ ആയതുകൊണ്ടും നമ്മളെല്ലാവരും സഹോദരങ്ങളായതുകൊണ്ട് അതുകൊണ്ടാണ് ജാതിമത ഭിന്നതകൾക്ക് വിപരീതമായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നത്. വേണമെങ്കിൽ സ്വജാതിയിലുള്ളവരെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളൊരു കർത്തവ്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷേ അതിനേക്കാൾ എല്ലാം ഉപരിയായി ഇപ്പോൾ കത്തോലിക്ക സഭയുടെ പ്രവർത്തനങ്ങൾ പൊതുവായും വിൻസെന്റ് പോളിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ നമ്മൾ ജാതിമത വ്യത്യാസമോ വർഗവർണ്ണ വ്യത്യാസമോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് നമ്മൾ ഒരിക്കലും വെച്ച് പുലർത്തുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. കത്തോലിക്ക സഭയുടെ ഒരു അടിസ്ഥാന തത്വമാണ്. പക്ഷെ വിൻസെന്റ് പോൾ സംഘടന അത് വളരെ ശക്തമായിട്ട് നടപ്പാക്കുന്നു. കാരണം ഓരോ ഇടവകളിലും ഇങ്ങനെ പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് ലഭിക്കുന്ന അവസരങ്ങൾ അത്രത്തോളം മനോഹരമായിട്ട്. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രവർത്തിക്കുന്നതിനോടൊപ്പം തന്നെ അവരെ സഹായിക്കാൻ അനേകം പേര് കടന്നു വരുന്നുണ്ട്. അപ്പൊ ഈ ഓരോ മാസവും ഒരു നിശ്ചിത തുക ഓരോ കുടുംബത്തിനും ദത്ത് കുടുംബമായിട്ട് ഏറ്റെടുത്ത് പ്രവർത്തിക്കാനായിട്ട് വരുന്നു. എനിക്ക് വളരെ സന്തോഷം വിൻസെന്റ് പോൾ സംഘടനയെ പറ്റി ഓർക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ഞാൻ 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ വിൻസെന്റ് പോൾ ജൂനിയർ വിൻസെന്റ് പോൾ സംഘടനയിൽ അംഗമായിരുന്നു. അപ്പൊ അതിന്റെ ട്രഷററായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഒരു പ്രവർത്തന മേഖല എന്ന് പറയുന്നത് അവിടെ സ്കൂളുകളിൽ ഇങ്ങനെ പാഠപുസ്തകം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സൗകര്യങ്ങൾ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഭക്ഷണമില്ലാതിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ കണ്ടെത്തുകയും അവരെ മറ്റുള്ളവരെ അറിയാതെ സഹായിക്കും. അപ്പൊ വിൻസെന്റ് പോളിന്റെ പ്രവർത്തനത്തിന്റെ ശൈലി അതാണ്. മറ്റുള്ളവർ അറിയാതെ അവരെ ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക. അപ്പൊ അന്നൊക്കെ നമുക്ക് ഇത്രത്തോളം വലിയൊരു പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നതെന്ന് കരുതാൻ സാധിച്ചിട്ടില്ല, കാരണം കൊച്ചുകുട്ടികളായിരുന്ന സമയത്ത്. പക്ഷെ ഇപ്പൊ നമ്മൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ അതൊക്കെ കിട്ടിയൊരു വലിയൊരു അവസരമായിട്ട് ഞാൻ കാണും. അപ്പൊ അച്ഛൻ ഈ ആത്മീയ രീതിയിലേക്ക് ഒരു അച്ഛനായി വരുവാനായിട്ട് അച്ഛന് കഴിഞ്ഞ അതിനൊരു മുഖാന്തരം എന്തായിരുന്നു? തീർച്ചയായിട്ടും നമ്മുടെ ദൈവവിളി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ ഈ ദൈവവിളി നമുക്കുണ്ടോ ഇല്ലയോ എന്ന് അറിയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. കാരണം ദൈവത്തിന്റെ വിളി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനായിട്ട് ചെറിയ സൂചനകൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഒരു വ്യക്തമായ നീ എൻ്റെ കൂടെ വരണം അല്ലെങ്കിൽ നീ ഒരു വൈദികനാകേണ്ടതാണ് എന്ന് പറഞ്ഞുള്ളൊരു വളരെ ക്ലാരിറ്റിയോട് കൂടിയുള്ളൊരു വിളി നമുക്ക് ലഭിക്കുകയില്ല. മറിച്ച് പല അവസരങ്ങളിലും നമുക്ക് ഈ ഒരു ജീവിത ശൈലിയോടുള്ള ആഭിമുഖ്യം തോന്നാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനായിട്ടുള്ള ഒരു പ്രേരണ നമുക്ക് തോന്നാം. പക്ഷെ നമുക്ക് മറ്റ് ജീവിതാവസ്ഥകളിൽ നിന്നുകൊണ്ടും അവരെ സഹായിക്കാനായിട്ട് സാധിക്കും. അതിനൊക്കെ നമുക്ക് പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും. പക്ഷെ അതിന്റെ എല്ലാത്തിന്റെ അവസാനത്തിൽ നമുക്കൊരു വൈദികനാകുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് നമ്മൾ എടുക്കുകയും അതിന് വേണ്ടിയിട്ട് ചെറിയ കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചേക്കാം. അപ്പൊ അങ്ങനെ വരുന്ന ഓരോരോ സാഹചര്യങ്ങളെയും നമ്മൾ കൂട്ടിയിണക്കി നമ്മൾ അവസാനം ചേർത്ത് വെച്ച് നോക്കുമ്പോൾ അതെല്ലാം തമ്മിലൊരു ബന്ധമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഈ വിളിയിലേക്കും
ഈ പ്രത്യേകമായിട്ടുള്ളൊരു സ്ഥാനത്തിലേക്ക് കർത്താവ് വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിളിയുടെ അടിസ്ഥാനം നമ്മൾ കണ്ടെത്തുന്ന ചെറിയ 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 കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ ഒരു പ്രാർത്ഥനയായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന ഒരു പ്രോത്സാഹന വാക്കായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും പ്രേരണയായിരിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളോ മറ്റുള്ള ആരെങ്കിലുമോ, അല്ലെങ്കിൽ നല്ല വൈദികരുടെ മാതൃകയായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ സംഘടനാ പ്രവർത്തകർ നമ്മൾ പ്രേരിപ്പിക്കും. ഇപ്പോൾ വിവിധ സംഘടനകളിലൂടെ കത്തോലിക്ക സഭയിൽ പ്രവർത്തിച്ചു വരും. ഇപ്പോൾ CLC, തിരുബാല സഖ്യം, വിൻസെന്റ് ഇപ്പോൾ. അപ്പോൾ അതൊക്കെ ഒരു പരിധി വരെ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ സഹായകമായിട്ടുണ്ട് സംഘടനാ പ്രവർത്തനങ്ങൾ തന്നെ പറയേണ്ടി വരും. അപ്പോൾ ബഹുമാനപ്പെട്ട ജിമ്മി അച്ഛൻ ഇത്രയും നേരം നമ്മളോടൊപ്പം പങ്കെടുത്തു. അച്ഛന് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതിനുള്ള ശക്തിയും ബലവും എല്ലാം അച്ഛന് സർവേശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അപേക്ഷിച്ചുകൊണ്ടും അച്ഛന് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് വളരെ സന്തോഷം.